ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവന് കൊടുക്കുവാൻ എനിക്കൊന്നുമില്ല. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. തൻ്റെ ചങ്ങാതിയെ അർദ്ധരാത്രിയിൽ ശല്യപ്പെടുത്തുന്ന നാം എന്ന ഒരു വ്യക്തി. നമുക്കൊരു കാരണമുണ്ട് അങ്ങനെ നമ്മുടെ കൂട്ടുകാരനെ രാത്രിയിൽ ശല്യപ്പെടുത്തുവാൻ. നമ്മുടെ അടുത്തേക്ക് വന്ന നമ്മുടെ മറ്റൊരു സ്നേഹിതൻ, വിശന്നിരിക്കുന്ന ആ സ്നേഹിതന് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ നമുക്കറിയുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നമ്മെ സഹായിക്കുവാൻ സാധിക്കും എന്നറിയുന്ന നാം ഒരു മടിയും വിചാരിക്കാതെ തൻ്റെ ആ ഏറ്റവും അടുത്ത ചങ്ങാതിയെ രാത്രിയിൽ പോയി ശല്യപ്പെടുത്തുകയാണ്. ആ ചങ്ങാതിക്ക് വരുന്ന ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മുടെ അടുത്ത് വന്ന സ്നേഹിതൻ്റെ വിശപ്പാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ വിശപ്പ് തൻ്റെയും കൂടെ വിശപ്പായി തിരിച്ചറിയുന്ന നാം നമ്മുടെ ആവശ്യം മടി കൂടാതെ ഒരു ശങ്കയുമില്ലാതെ നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയോട് ചോദിക്കുകയാണ്. ആരാണ് നമ്മുടെ ആ നല്ല ചങ്ങാതി? ഒന്നാമത് അത് സാക്ഷാൽ ദൈവം തന്നെയാണ്. രണ്ടാമത് ആ ദൈവം കാണിച്ചു തരുന്ന ആ ദൈവത്തിന് ഇഷ്ടമുള്ള തൻ്റെ സ്നേഹിതർ. ആ ദൈവ സ്നേഹിതരിലൂടെ നമ്മുടെ അടുത്ത് വന്ന കൂട്ടുകാരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ സാധിക്കുമ്പോൾ നമുക്കും സന്തോഷിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചെവികൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നേരിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെയോ നമുക്ക് ഉത്തരം തന്ന നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായ സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നല്ലൊരു ദിവസം നേരുന്നു.